40 കഴിഞ്ഞാൽ മുഖം ക്ഷീണിക്കുന്നു, ശരീരത്തിന്റെ ശക്തി കുറയുന്നു, മസിലുകൾ ചുരുങ്ങുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ ദിവസേന നമ്മൾ കഴിക്കേണ്ട ഏറ്റവും സിമ്പിളായ ഒരു സൂപ്പർ ഫുഡാണ് മുട്ട. പക്ഷേ പല സ്ത്രീകളും അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. സോ ഇന്നത്തെ വീഡിയോയിൽ 40-ന് ശേഷം മുട്ട ദിവസവും കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന 7 പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ദിവസവും ഒരു മുട്ട വീതം കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മസിൽ ലോസ് കുറയാൻ സഹായിക്കുമെന്നുള്ളതാണ്. 40-ന് ശേഷം പല സ്ത്രീകൾക്കും ശരീരത്തിൽ പതുക്കെ ഒരു മാറ്റം തുടങ്ങും. കൈകാലുകൾ പഴയതുപോലെ മുറുകി നിൽക്കാതെ അല്പം അയഞ്ഞതുപോലെ തോന്നുക, പടികൾ കയറുമ്പോൾ കാലുകൾ വേഗം തളർന്നു പോവുക, സാധാരണ വീട്ടുപണികൾ ചെയ്താലും ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുക, മുമ്പ് എളുപ്പമായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും കൂടുതൽ ബലം വേണ്ടി വരിക. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും ശരീരത്തിലെ മസിലിന്റെ അളവും കരുത്തും പതുക്കെ കുറയാൻ തുടങ്ങും എന്നുള്ളതാണ്. ഈ സമയത്ത് ശരീരത്തിന് ദിവസവും നല്ല നിലവാരത്തിലുള്ള പ്രോട്ടീൻ കിട്ടണം. കാരണം മസിൽ നിലനിർത്താൻ ശരീരം പ്രോട്ടീനിലെ അമിനോ ആസിഡുകളെയാണ് ഉപയോഗിക്കുന്നത്. മുട്ട അതിന് നല്ലൊരു സഹായിയാണ്. കാരണം അതിൽ ശരീരത്തിന് വേണ്ട എല്ലാ പ്രധാന അമിനോ ആസിഡുകളും ഉള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് 40-ന് ശേഷം ദിവസവും ഒരു മുട്ട വീതം കഴിക്കുന്നത് ശരീരത്തിന്റെ ബലം പെട്ടെന്ന് താഴ്ന്നു പോകാതെ പിടിച്ചു നിർത്താനും കൈകാലുകൾ വേഗം ക്ഷയിച്ചു പോകുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അതിനാൽ പ്രായം കൂടുമ്പോൾ ശരീരത്തിന്റെ മുറുക്കവും ബലവും വേഗം കുറയാതിരിക്കാൻ 40 കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും ഒരു മുട്ട ദിവസവും കഴിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, കൂടുതൽ നേരം നമ്മുടെ വയർ നിറഞ്ഞതായി തോന്നാൻ മുട്ട വളരെയധികം സഹായിക്കുന്നതാണ്. പല സ്ത്രീകൾക്കും രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പിന്നീടും വിശപ്പ് തോന്നും. ലഘുവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കാൻ പറ്റാതെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതിന് കാരണം രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ശരീരം വിശക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒരു മുട്ട കൂടി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ റിച്ചായ ഒരു ഭക്ഷണമാണ് ചെല്ലുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതിനാൽ രാവിലെ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു മുട്ട കൂടി നിങ്ങൾ കഴിക്കുക. ചിലർക്ക് ഇടയ്ക്കിടെ വിശപ്പ് തോന്നുന്നത് കുറയ്ക്കാനും അടുത്ത ഭക്ഷണ സമയത്തോളം വയർ നിറഞ്ഞ ഒരു തോന്നൽ കൂടുതൽ നേരം നിലനിർത്താനും അതിലൂടെ അനാവശ്യമായി ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കുന്നൊരു ശീലം കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ശരീരത്തിന്റെ ബലം നിലനിർത്താനും ക്ഷീണം കുറയ്ക്കാനും സഹായിക്കും എന്നുള്ളതാണ്. 40-ന് ശേഷം പല സ്ത്രീകൾക്കും പതുക്കെ ഒരു മാറ്റം അനുഭവപ്പെടും. രാവിലെ എഴുന്നേറ്റാലും ശരീരം മുഴുവൻ ഫ്രഷായി തോന്നാതിരിക്കുക, ചെറിയ വീട്ടുപണികൾ ചെയ്താലും പെട്ടെന്ന് ക്ഷീണം വരിക, പടികൾ കയറുമ്പോൾ കാലുകളിൽ ഒരു ബലം കുറവായതായി തോന്നുക, ദിവസം കഴിയും തോറും ശരീരം ഒട്ടാകെ തളർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടുക. ഇത് എല്ലായ്പ്പോഴും വയസ്സ് കൂടിയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. പലപ്പോഴും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, B12 പോലെയുള്ള ചില പ്രധാന പോഷകങ്ങൾ, ആകെ ന്യൂട്രീഷണൽ ബാലൻസ് എന്നിവ മതിയായില്ലെങ്കിൽ ഇത്തരം ക്ഷീണവും ബലക്കുറവും കൂടുതൽ നമുക്ക് തോന്നാം. മുട്ട ഇവിടെ സഹായിക്കുന്നത് അത് ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ നൽകുന്നത് കൊണ്ടും വൈറ്റമിൻ B12, വൈറ്റമിൻ B2 പോലുള്ള ശരീരത്തിന് ഊർജ്ജോൽപാദനത്തിനും നാഡീപ്രവർത്തനത്തിനും കോശങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങളിലും പങ്കുള്ള ചില പ്രധാന പോഷകങ്ങൾ നൽകുന്നത് കൊണ്ടുമാണ്. നിങ്ങളുടെ ശരീരത്തിന് ബലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കും. കൂടാതെ ക്ഷീണം പെട്ടെന്ന് പിടികൂടുന്ന അവസ്ഥ കുറയ്ക്കാനും ദിവസം മുഴുവൻ ശരീരം കുറച്ച് കൂടുതൽ സ്റ്റഡിയായി ഫീൽ ചെയ്യാനും സഹായിക്കുന്നതാണ്. ഉദാഹരണത്തിന് രാവിലെ വെറും ചായയും ലഘുഭക്ഷണവും മാത്രം കഴിക്കുന്ന ഒരാൾക്ക് ഉച്ചയാകുമ്പോഴേക്കും ശരീരം മടുത്തു പോകുന്നത് പോലെ, വല്ലാണ്ട് തളർന്നു പോകുന്നത് പോലെ തോന്നാം. എന്നാൽ അതിന് പകരം മുട്ട പോലുള്ള പ്രോട്ടീൻ ഭക്ഷണം ഉൾപ്പെടുത്തിയ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഒരു കരുത്തും ഒരു ആരോഗ്യവും കിട്ടുന്നതായിരിക്കും. ഇനി നാലാമത്തെ കാര്യം, മുടി, നഖം, ചർമ്മം എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. 40-ന് ശേഷം പല സ്ത്രീകളിലും ഉണ്ടാകുന്ന ചില ശാരീരിക മാറ്റങ്ങളിൽ ഒന്നാണ് മുടി പഴയതുപോലെ കട്ടിയില്ലാതെ തോന്നുക, മുടി കൊഴിച്ചിൽ കൂടുതലായി തോന്നുക, നഖങ്ങൾ എളുപ്പം പൊട്ടിപ്പോവുക, ചർമ്മം വരണ്ടതായും മങ്ങിയതായും തോന്നുക എന്നുള്ളത്. ഈ മാറ്റങ്ങൾ മുഴുവൻ മുട്ട കഴിച്ചാൽ മാറിപ്പോകും എന്നതല്ല. കാരണം ഹോർമോണൽ ചേഞ്ചസ്, അയൺ ഡെഫിഷ്യൻസി, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, സ്ട്രെസ്, പെരിമെനോപോസ് എന്നിവയെല്ലാം ഇതിന് കാരണമാകാം.
പക്ഷേ ശരീരത്തിന് ദിവസവും നല്ല നിലവാരത്തിലുള്ള പ്രോട്ടീൻ കുറയുന്നുവെങ്കിൽ മുടിയുടെയും നഖത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിൽ അതിൻ്റെ പ്രതിഫലനം കാണാം. അതിനാൽ നിങ്ങൾ ദിവസവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട പോലുള്ള ഒരു ഭക്ഷണം ദിവസവും കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് മുടി, നഖം, ചർമ്മം എന്നിവയെ ആരോഗ്യകരമായി നിലനിർത്താൻ വേണ്ട പോഷകങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതിനാൽ ദിവസവും ഒരു മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് 40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ വളരെ അനിവാര്യമാണ്. ഇനി 5ാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. 40-ന് ശേഷം സ്ത്രീകളിൽ പ്രത്യേകിച്ച് മെനോപോസിനോട് അടുത്ത് വരുമ്പോൾ എല്ലുകളുടെ സാന്ദ്രത പതുക്കെ കുറയാൻ തുടങ്ങാം. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, ഫോസ്ഫറസ് പോലെയുള്ള പോഷകങ്ങൾ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായകമാണ്. വൈറ്റമിൻ ഡി, കാൽസ്യം ശരീരത്തിൽ ശരിയായി ആഗീകരണം ചെയ്യാൻ സഹായിക്കും. പ്രോട്ടീൻ എല്ലുകളുടെ ഘടനയ്ക്കും കരുത്തിനും വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് ദിവസവും നിങ്ങൾ ഒരു മുട്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രായം കൂടുമ്പോൾ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി 6ാമത്തെ കാര്യം കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. 40-ന് ശേഷം പലർക്കും കണ്ണ് വേഗം ക്ഷീണിക്കുക, വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുക, കാഴ്ചയുടെ ഒരു വ്യക്തത കുറയുന്നത് പോലെ അനുഭവപ്പെടുക തുടങ്ങിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം. മുട്ടയുടെ മഞ്ഞക്കരുവിലുള്ള ല്യൂട്ടീൻ, സിയാക്സാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ കണ്ണിന്റെ പ്രധാന ഭാഗമായ റെറ്റിനയെയും മാക്കുലയെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. ഇവ പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് മിതമായ അളവിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല ഭക്ഷണശീലമാണ്. ഇനി 7ാമത്തെ കാര്യമെന്ന് പറയുന്നത് ശരീരത്തിന്റെ റിപ്പയർ പ്രോസസ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ പ്രോസസ്സ് സ്വാഭാവികമായിട്ട് മന്ദഗതിയിലാകും. ശരീരത്തിൽ കോശങ്ങൾ റിപ്പയർ ചെയ്യപ്പെടുകയും പുതിയവ ഉണ്ടാകുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ശരീരത്തിൽ നടക്കുന്ന ചെറിയ മസിൽ ടീയേഴ്സും സ്കിൻ സെൽസ് ഡാമേജും ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പയർ പ്രവർത്തനങ്ങൾക്കും പ്രോട്ടീൻ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ പോലെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് 40 കഴിഞ്ഞാൽ മസിൽ ലോസ്, റിക്കവറി സ്ലോ ആകൽ, സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയൽ തുടങ്ങിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായതിനാൽ വെറും എനർജി നൽകുന്ന ഭക്ഷണം മാത്രമല്ല മുട്ട, ശരീരത്തിന്റെ ഡെയിലി റിപ്പയർ നീഡ്സിനെ പിന്തുണയ്ക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിന് മുട്ട വളരെയധികം അനിവാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ മുട്ട കഴിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടാണ്. വളരെ അനിവാര്യമാണ് നിങ്ങൾ മുട്ട കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ 40 കഴിഞ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ ദിവസവും നിങ്ങൾ ഒരു മുട്ട നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണവും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണവും നിങ്ങൾ കഴിക്കുക. അതോടൊപ്പം സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ആരോഗ്യത്തോടെയും വളരെ യൗവനത്തോടെയും കൂടിയും നിങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ വാർദ്ധക്യം ബാധിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണവും നമ്മുടെ സ്കിൻ കെയറും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. സോ ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.